തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താൻ ശ്രമങ്ങൾ ഊർജിതമാക്കി ബിജെപി. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള ചർച്ചകൾക്കായി കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി കിരൺ റിജിജു കേരളത്തിലെത്തി. ഉച്ചയ്ക്ക് 2 മണിക്ക് സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ട് കിരൺ റിജിജു സന്ദർശിക്കും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, കിരൺ റിജിജു മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിൽ കിരൺ റിജിജു ഇന്ന് എത്തും. അതോടൊപ്പം തന്നെ മറ്റ് ക്രൈസ്തവ നേതാക്കളുമായി പ്രധാനപ്പെട്ടതായി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് ഒരു സന്ദർശനം നടത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ സിറോ മലബാർ സഭാ നേതൃത്വവുമായെല്ലാം തന്നെ അദ്ദേഹം ചർച്ച നടത്തും. പ്രധാനമായും ഇതൊരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിലെല്ലാം തന്നെയാണ് ഇതിനെ കാണുന്നതെങ്കിലും നമുക്കറിയാം ഇതിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുക, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തന്നെയും കൃത്യമായ രീതിയിലൊരു ക്യാമ്പയിൻ നടത്തുക എന്നതെല്ലാം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിന് ഈ സന്ദർശനത്തിൽ പ്രധാനമായിട്ട് തന്നെ NDAയിലേക്ക് ചേർന്ന, പ്രത്യേകിച്ച് 2020 അടക്കമുള്ളവർ NDAയിലേക്ക് ചേർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം എത്തുന്നത്. ഇന്ന് 2020 ചെയർമാൻ ബാബു ജേക്കബ് തുടങ്ങിയവരെല്ലാവരും തന്നെ ഇന്ന് അദ്ദേഹത്തെ കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരുമായെല്ലാം തന്നെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ ഒരു അനൗദ്യോഗികമായിട്ട് തന്നെ ഒരു ചർച്ച ഇതെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മധ്യ തിരുവിതാംകൂർ മേഖലാ കമ്മിറ്റി ഓഫീസ് തൃക്കാക്കരയിൽ ഇന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി അതായിട്ടാണ് വരുന്നത്. മധ്യകേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. പ്രത്യേകിച്ച് എറണാകുളവും കോട്ടയവും എല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖല വലിയ രീതിയിലൊരു ശക്തി കേന്ദ്രം തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രവർത്തനം നടത്തുക, കൂടുതൽ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കുക തുടങ്ങിയ എല്ലാവരുടെയും തന്നെ ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിൽ. അതുകൊണ്ട് തന്നെയാണ് മധ്യകേരളത്തിൽ NDAയുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നത്. ഇതിനുശേഷം NDA നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ഇത് സാബു ജേക്കബ്, അതോടൊപ്പം തന്നെ BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയ നേതാക്കൾ എല്ലാവരും തന്നെയും അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടാകും. ഇതിനുശേഷമാണ് സെന്റ് തോമസ് മൗണ്ടിലെ സിറോ മലബാർ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലെ അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP സംസ്ഥാന അധ്യക്ഷനും മറ്റു നേതാക്കളും ഇന്ന് മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. മുനമ്പം സമരപ്പന്തലിലെത്തുന്നുണ്ട്. മുനമ്പം സമരത്തിന്റെ ഒരു 500ാം ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ ഇന്ന് BJPയുടെ NDAയുടെ നേതൃത്വത്തിൽ എറണാകുളം കേന്ദ്രീകരിച്ചുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഈ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് നടത്തുന്ന സന്ദർശനം തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുക, അല്ലെങ്കിൽ NDAയോട് ചേർത്ത് വയ്ക്കുക, കൂടുതൽ വോട്ട് ബാങ്കുകൾ, വോട്ട് ലക്ഷ്യമിടുക, ഉറപ്പിക്കുക എന്ന ഒരു ആശയത്തിലൂന്നിയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മധ്യ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പാക്കാൻ അത് സാധിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് NDA കരുതുന്നത്, BJP കരുതുന്നത്. ആ ഒരു ദൗത്യവുമായിട്ടാണ് കിരൺ റിജിജു എത്തുന്നത്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നത്. നേരത്തെ നമുക്കറിയാം പല നേതാക്കളും തന്നെ, BJP നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ എത്തുമ്പോൾ തന്നെ സിറോ മലബാർ സഭ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സന്ദർശനം നടത്തുകയും ചില ചർച്ചകൾ നടത്തുകയും എല്ലാം തന്നെ ഉണ്ടാകുന്നത് നമുക്കറിയാം. മറ്റ് മതമേലധ്യക്ഷന്മാരെ കാണുന്നത് സംബന്ധിച്ച ഇതുവരെയും ഒരു അറിയിപ്പോ സൂചനകളോ ലഭിച്ചിട്ടില്ല. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.